ഹലോ എവ്രി വൺ വെൽക്കം ടു മേക്ക് ഇറ്റ് ഹാപ്പൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ 9th സ്റ്റാൻഡേർഡിൻ്റെ ചാപ്റ്റർ 1ൻ്റെ പാർട്ട് 3 ക്ലാസ് ആണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി പാർട്ട് 1ഉം പാർട്ട് 2ഉം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു പാർട്ട് 3 വീഡിയോ കാണുക കേട്ടോ. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ എഴുതിയിട്ടുള്ളതൊന്നും ഞാൻ അങ്ങനെ വായിക്കുന്നില്ല. സിമ്പിളായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാവാനായിട്ട്. നിങ്ങൾക്ക് സ്കൂളിലെടുത്തതൊന്നും മനസ്സിലായിട്ടില്ലെങ്കിലും അതേപോലെ തന്നെ കോൺസെപ്റ്റ് കറക്റ്റായിട്ടൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നോക്കുക, 1886 നമ്മുടെ ഗോൾഡ് സ്റ്റീൻ എന്ന് പറയുന്ന ഒരു ജർമ്മൻ സയൻറ്റിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ കാഥോഡ് പെർഫോറേറ്റഡ് കാഥോഡ് വെച്ചിട്ടാണ് പുള്ളി എന്താ പറയുക ഈ ഒരു ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വെച്ച് പുള്ളി ഇങ്ങനെ എക്സ്പെരിമെൻറ്റ് ചെയ്ത സമയത്ത് പുള്ളി പുതിയൊരു റേസ് കണ്ടുപിടിച്ചു. ഓക്കെ, ഡിസ്കവേർഡ് റേസ് നോൺ ആസ് കനാൽ റേസ്. ഓക്കെ, അപ്പോൾ കനാൽ റേസ് എന്ന് പറഞ്ഞിട്ടുള്ള റേസ് ആണ് പുള്ളി കണ്ടുപിടിച്ചത്. ആസ് ദേ ഒറിജിനേറ്റഡ് ഫ്രം ദ മെറ്റൽ പ്ലേസ്ഡ് അറ്റ് ദ പോസിറ്റീവ് സൈഡ് ആനോഡ് ദേ വർ നോൺ ആസ് ആനോഡ് റേസ്. അതായത് കനാൽ റേസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റേസ് ആണ് ഇങ്ങനെ എക്സ്പെരിമെൻറ്റ് ചെയ്ത സമയത്ത് നമ്മുടെ യുജൻ ഗോൾഡ്സ്റ്റീൻ എന്ന് പറയുന്ന ജർമ്മൻ സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ചത്. ആൻഡ് അതേപോലെ തന്നെ അത് നമ്മൾ പോസിറ്റീവ് സൈഡിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതായത് പോസിറ്റീവ് സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്ന മെറ്റലിൽ നിന്നായിരുന്നു ഈ ഒരു റേസ് ഒറിജിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ആനോഡ് റേസ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്, അല്ലെങ്കിൽ ഇത് അറിയപ്പെടുന്നത് ആനോഡ് റേസ് എന്നുള്ള രീതിയിലാണ്. ഓക്കെ, ഹി സ്റ്റഡീഡ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദീസ് റേസ് ആൻഡ് ഐഡൻറ്റിഫൈ ദ പ്രസൻസ് ഓഫ് പോസിറ്റീവ് ചാർജ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റേസിനെ കുറിച്ച് അദ്ദേഹം അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സുകളൊക്കെ അതിൻ്റെയൊക്കെ എന്താ പറയുക അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ അദ്ദേഹം പഠിച്ച സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലായത് എന്താണ്, ഇതിൽ പോസിറ്റീവ് ചാർജ് ഉണ്ട് എന്നുള്ളത് പുള്ളിക്ക് മനസ്സിലായി. അതുമാത്രമല്ല, ഈ ഒരു കനാൽ റേസിൻ്റെ ബിഹേവിയർ ഉണ്ടല്ലോ, നമ്മൾ ഏത് തരത്തിലുള്ള ഗ്യാസ് ആണോ നമ്മൾ ഈ ഒരു ഡിസ്ചാർജ് ട്യൂബിൽ എടുക്കുന്നത്, ആ ഗ്യാസിൻ്റെ നേച്ചർ അനുസരിച്ച് ഈ ഒരു കനാൽ റേസിൻ്റെ ബിഹേവിയർ മാറിക്കൊണ്ടേ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ദ സ്മോളസ്റ്റ് ആൻഡ് ലൈറ്റസ്റ്റ് പോസിറ്റീവ് പാർട്ടിക്കിൾസ് ഇൻ ദ കനാൽ റേസ് വെർ ഒബ്റ്റെയിൻഡ് വെൻ ദ ഡിസ്ചാർജ് ട്യൂബ് വാസ് ഫിൽഡ് വിത്ത് ഹൈഡ്രജൻ. ഓക്കെ, ഏറ്റവും ചെറുതും അതേപോലെ തന്നെ ഏറ്റവും ചെറുതും ലൈറ്റസ്റ്റ് പോസിറ്റീവ് ആയിട്ടുള്ള പാർട്ടിക്കിൾസും നമ്മൾ കനാൽ റേസിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്, നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുള്ളത് എപ്പോഴായിരുന്നു, ആ ഒരു ഡിസ്ചാർജ് ട്യൂബിൽ നമ്മൾ ഹൈഡ്രജൻ ഗ്യാസ് നിറയ്ക്കുന്ന ടൈമിലായിരുന്നു കേട്ടോ. ഇറ്റ് വാസ് ദ ഏർണസ്റ്റ് റുദർഫോർഡ് ഹു ഡിസ്കവേർഡ് ദാറ്റ് ദിസ് വാസ് എ സബറ്റോമിക് പാർട്ടിക്കിൾ ആൻഡ് നെയിംഡ് ഇറ്റ് പ്രോട്ടോൺ. അപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു കനാൽ റേസും അല്ലെങ്കിൽ ഈ ഒരു ആനോഡ് റേസ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം എന്തായിരുന്നു, ഒരു സബറ്റോമിക് പാർട്ടിക്കിളാണ് കണ്ടുപിടിച്ചത് നമ്മുടെ ഏർണസ്റ്റ് റുദർഫോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റ് ആണ് കേട്ടോ. അതുമാത്രമല്ല, അദ്ദേഹം അതിന് പ്രോട്ടോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേരും കൂടെ നൽകിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പ്ലം പുഡിംഗ് മോഡൽ ഓഫ് ആറ്റം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ജെ തോംസൺ ആണ് ഈ ഒരു പ്ലം പുഡിംഗ് മോഡൽ ആറ്റം മുന്നോട്ട് വെച്ചത് കേട്ടോ, അങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നത്. അപ്പോൾ എന്താ പറയുക, അതായത് നമ്മുടെ ആറ്റത്തിനകത്ത് നെഗറ്റീവ് പാർട്ടിക്കിൾസിൻ്റെ പ്രസൻസ് ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിച്ച ആ ഒരു ടൈമിലാണ് പുള്ളി ഈ ഒരു പ്ലം പുഡിംഗ് മോഡൽ ഓഫ് ആറ്റം മുന്നിലോട്ട് വെച്ചത്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഈ ഒരു മോഡൽ പ്രകാരം ഇതിൽ ഈ ഒരു ചാപ്റ്ററിലുണ്ടല്ലോ, നമ്മൾ എന്ത് പഠിക്കുകയാണെങ്കിലും, ഇപ്പം നമ്മൾ ആദ്യം ഇലക്ട്രോൺ എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്ക് പഠിച്ചു, ഇപ്പോൾ ഈ ഒരു ഇതിനകത്ത് നമ്മൾ പ്രോട്ടോൺ എന്നുള്ളതൊക്കെ പഠിച്ചു. അപ്പോൾ അങ്ങനെ ഇതിൽ കംപ്ലീറ്റ് ഇങ്ങനെ ഓരോരോ എക്സ്പെരിമെൻറ്റ്സ്, അത് കണ്ടുപിടിച്ചതാരാ, അതിലെന്താണ് കണ്ടുപിടിച്ചത്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താ, അല്ലെങ്കിൽ ഇന്ന ആശയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടാവും ഓരോ സയൻറ്റിസ്റ്റുകൾ, അതൊക്കെ എന്താ, ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഉടനീളം നമുക്ക് പഠിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കഥ പോലെ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ കാര്യത്തിലുള്ള ഡൗട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ വരില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു മോഡൽ എന്താണെന്നുള്ളത് നോക്കാം. അക്കോർഡിംഗ് ടു ദിസ് മോഡൽ നെഗറ്റീവ് ചാർജ്ഡ് ഇലക്ട്രോൺസ് ആർ എംബഡഡ് ഇൻ എ പോസിറ്റീവ് ചാർജ്ഡ് സ്പിയർ. അപ്പോൾ അപ്പുറത്ത് തന്നെ ഒരു ഫിഗർ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ ആ ഒരു പിങ്ക് സർക്കിൾ എന്ന് പറയുന്ന ഒരു സ്പിയർ ആണല്ലോ. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് സ്പിയർ ആണ്. ആ സ്പിയറിൻ്റെ ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവാണ്. ചുറ്റോറമായിട്ട് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ദ ടോട്ടൽ നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജസ് ആൻഡ് ദ നെഗറ്റീവ് ചാർജസ് ഇൻ ദ സ്പിയർ വിൽ ബി ഈക്വൽ. ഓക്കെ, അതായത് ഇതിനകത്തുള്ള നമ്മൾ പറഞ്ഞു ഒരു സ്പിയർ പോസിറ്റീവ് ചാർജാണെന്ന് പറഞ്ഞു, അതിലുള്ള ഇലക്ട്രോൺസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും നമ്പർ എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. അപ്പോൾ എന്താണ് നമ്മുടെ ആറ്റം എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ് എന്നുള്ളത് തെളിഞ്ഞു. അതായത് ഒരു ആറ്റത്തിനകത്ത് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഉണ്ട്, അത് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത് ന്യൂട്രൽ ആണ്, ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെന്നാണ് നമ്മുടെ ജെ തോംസൺ കണ്ടുപിടിച്ചത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മോഡൽ ബാക്കിയുള്ള സയൻറ്റിസ്റ്റ് ചെയ്തിട്ടുള്ള ഒത്തിരി എക്സ്പെരിമെൻറ്റ്സ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ റിസൾട്ടിനെ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഈ ഒരു തോംസൺ മോഡലിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അത് ഫെയിലായി. അതായത് ഇത്രയും വേറെ എക്സ്പെരിമെൻറ്റ്സിൻ്റെ ഒക്കെ ആ ഒരു റിസൾട്ടിന് ഒരു ഉത്തരം കൊടുക്കാനായിട്ട് ഇദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു മോഡൽ റിജക്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ക്ലാസ് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിലും കമൻറ്റ് സെക്ഷൻ വഴി എന്നെ അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.
പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.